സ്ത്രീ വിഷയത്തിൽ എങ്ങനെ? ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും. എന്നെ മനസ്സിലായോ? എന്താ ആ പ്രതീക്ഷയും തകർന്നു. അയാള് പാടിയിട്ടുള്ള എല്ലാം ശരിയാ. വരാനുള്ളത് വഴി തങ്ങില്ല, വിട്ടികളെന്ന് മാരണം തന്നെ. ആറാട്ടൻ അറിയില്ലേ? പരീക്ഷിക്കല്ലേ. ആറാട്ടൻ എഞ്ചിനീയർ ആണ്, അറിയോ? ഞാൻ ഒരു എഞ്ചിനീയർ ആണ്, അറിയോ? ഒന്നും തുറന്നു പറയില്ല, നമ്മളത് അറിഞ്ഞു പ്രവർത്തിക്കും. ഈ മാർക്കറ്റിൽ ചെലവാകുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടറേറ്റ് ചെയ്യുന്ന ആളാ. അല്ല, ആടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. അറം പറ്റുന്ന വർത്തമാനം പറയരുതേ, പറയിപ്പിക്കുകയാണല്ലോ. ഡോക്ടറേറ്റ് ചെയ്യുന്ന ആളാണ്. ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം, എങ്കിലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും. എന്നെ അറിയോ? കോഴികൾക്കൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരാണോ? എന്നാ നമുക്കത് നേരിട്ട് ചോദിക്കാം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. എന്നെ മനസ്സിലായോ? ആരാണ്? ആറാട്ടണ്ണൻ. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഡാൻസ് കളിക്കുന്ന പ്രസംഗം ഉണ്ടെന്ന് അറിയോ? കുരുത്തം കെട്ടവൻ എനിക്കിട്ട് പണിയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. അലൻ ജോസ് ഡാൻസ് കളിക്കുന്ന. ഇവര് രണ്ടുപേരും ആരെയും ഇഷ്ടം? ആ പ്രതീക്ഷയും പോയി. എന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എവിടെയും കണ്ടിട്ടുണ്ടോ? എന്നെ അറിയേയില്ല. എന്തൊരു മനുഷ്യനാ ടീച്ചറെ. ഇങ്ങനെയുണ്ട് ആണുങ്ങള്. ഇങ്ങനെയും ആണുങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെയും ഉണ്ട്. ഞാൻ ഒരു കോമാളിയെ തോന്നുന്നുണ്ട്, ക്ലൗൺ ആയിട്ടാ. ഇതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞാൻ എങ്ങനെ ക്ലൗൺ ആവും അത് പറയാം. എനിക്ക് എന്താന്ന് വെച്ചാൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരാളെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ മുഴുവൻ അറിഞ്ഞിട്ട് പറയണ്ട. എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം, അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. നമ്മളെ പബ്ലിക്കില് നിങ്ങളെ ക്ലൗൺ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. സാറ് പറഞ്ഞ മാതിരി തന്നെ പബ്ലിക്കിലെ ഒപ്പീനിയൻ വന്നതാണ്. ശരിയാണ്. അത് ഒരു പരിധി വരെ ശരിയാണ്.